ഇവിടെ വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അപ്പെക്സ് ടോക്കൺ എന്ന പേരിൽ ഒരു ടോക്കൺ തട്ടിപ്പ് തുടങ്ങുന്ന കാലത്ത് തന്നെ അതിനെക്കുറിച്ചിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും വീഡിയോസിലൂടെയൊക്കെ ആളുകൾക്ക് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ തട്ടിപ്പിൽ പെട്ടുപോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്ത് ഈ തട്ടിപ്പ് റൺ ചെയ്തതിന് ശേഷം ആളുകളുടെ പൈസയായിട്ട് ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്. അത് ഏകദേശം ഇവർ തിരിച്ചു കൊടുക്കുന്ന പൈസ എല്ലാം നിലച്ചിട്ടുണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞിരുന്നത് പോലെ ആളുകളുടെ കയ്യിൽ നിന്ന് ടോക്കൻ്റെ പേര് പറഞ്ഞ് വാങ്ങിക്കുന്ന പൈസ റൊട്ടേറ്റ് ചെയ്യുന്ന മണി ചെയിൻ പരിപാടിയാണ് ഇവർ ചെയ്തിരുന്നത്. ഇത് തികച്ചും നിയമവിരുദ്ധമാണ്. ആളുകളുടെ കയ്യിൽ നിന്ന് അനധികൃത നിക്ഷേപം സ്വീകരിച്ചിട്ട് അത് വെച്ചിട്ട് നടത്തുന്ന മണി ചെയിൻ തട്ടിപ്പാണിതെന്നും അവസാനം ചെയ്യുന്ന ഏകദേശം 60-70% ആളുകളുടെ പൈസ നഷ്ടപ്പെടുമെന്നെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. ഏകദേശം ഇപ്പോൾ അതുപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പെക്സ് ടോക്കൺ കൂട്ടിപ്പോയിട്ടുണ്ട്. ആളുകൾക്ക് ഒന്നും തന്നെ ഇപ്പോൾ ഈ പൈസ നിക്ഷേപിച്ചവരുടെ മുതലോ പലിശയോ ഒന്നും തന്നെ കിട്ടുന്നില്ല. ആളുകളെല്ലാം തന്നെ ഇവരെ പ്രാഗിയിട്ടുമൊക്കെ കഴിഞ്ഞുകൂടാണ്. അതിനിടയ്ക്ക് ഇവർ കുറേ ഇന്ത്യയിൽ നിരോധിതമായ ബെറ്റിംഗ് ആപ്പുകൾ അങ്ങനെയുള്ള ആപ്പുകളിലൊക്കെ അതിലൊക്കെ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അവിടെ ഈ ടോക്കൺ കൊടുക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് തികച്ചും നിയമവിരുദ്ധമായ കാര്യങ്ങൾ കൂടെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അഭിജിത്ത് മാണി എന്ന് പറയുന്ന ആൾ, ഇതിൻ്റെ പേര് ഒറിജിനലാണോ അതോ ഫേക്കാണോ എന്നറിയില്ല, ഈ പറയുന്ന വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിൽ ഒരു ആദ്യം ചേർന്ന ഒരു 30% പേർക്ക് അവരുടെ മുടക്കുമുതലിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത നാസർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സ്വന്തമായിട്ട് സ്ഥലമൊക്കെ മേടിച്ചിട്ട് വീടുണ്ടാക്കാനുള്ള ശ്രമമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത പലർക്കും വളരെ വലിയ തുകകൾ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം തന്നെ അടിയിൽ ചേർന്ന പാവപ്പെട്ടവരുടെ പൈസയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അഭിജിത്ത് മാണി എന്ന് പറയുന്ന വ്യക്തിയുടെ ഇത് പേര് ഒറിജിനലാണോ എന്ന് അറിയില്ല, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സൊന്നും എവിടെയും പറഞ്ഞു കണ്ടില്ല. അദ്ദേഹം ഇതിൽ നിന്ന് നല്ലൊരു സംഖ്യ വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇവർക്ക് വീതം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ചേരാതെ വന്നപ്പോഴാണ് ഈ തട്ടിപ്പ് പരിപാടി കൂട്ടിപ്പോയിട്ടുള്ളത്. ഒരുപാട് പേരുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നറിയുന്നു. പാലക്കാട് ജില്ല, മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ലയിലടക്കം പിന്നെ ഇതര സംസ്ഥാനങ്ങളിലും കർണാടകയിൽ ഉൾപ്പെടെ ഇവർ ആളുകളെ വെച്ചിട്ട് പരിപാടി കണ്ടക്ട് ചെയ്യുകയെല്ലാം ചെയ്തിരുന്നു. ഒരുപാട് ആളുകളുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ പൈസ നഷ്ടപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത്, നിങ്ങൾ പരാതിപ്പെടാൻ ധൈര്യപ്പെടുക, പോലീസിൽ പരാതിപ്പെടാൻ ധൈര്യപ്പെടുക. നിങ്ങളുടെ മദർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങളിങ്ങനെ ഒരു തട്ടിപ്പിൽ പെട്ടുവെന്നും നിങ്ങളെ അനധികൃത നിക്ഷേപത്തിന് പ്രേരിപ്പിച്ചുവെന്നും അനധികൃത നിക്ഷേപം സ്വീകരിച്ചുവെന്നും അനധികൃത നിക്ഷേപം സ്വീകരിച്ചിട്ട് ഇവർ മണി ചെയിൻ തട്ടിപ്പാണ് നടത്തിയിരുന്നത് എന്ന് സംശയിക്കുന്നുവെന്നും നിങ്ങളെ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പരാതി തീർച്ചയായിട്ടും കൊടുക്കണം. പരാതി കൊടുക്കാതിരിക്കരുത്. പരാതി ഇങ്ങനെയുള്ള ടോക്കൺ തട്ടിപ്പുകളും സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ പെടുമ്പോൾ പരാതി കൊടുക്കുന്നത് ജനകീയ നന്മ കൂടിയിട്ടാണ്. കാരണം ഇങ്ങനെയുള്ള തട്ടിപ്പുകാർ നിയമത്തിൻ്റെ കണ്ണിൽ പെട്ടുപോയിട്ടില്ലെങ്കിൽ ഇവർ അടുത്ത തട്ടിപ്പായിട്ട് വരും. ഈ അഭിജിത്ത് മാണിയെ ഒരു പേരൊക്കെ മാറ്റിയിട്ട് നാസർ ഒക്കെ പുതിയ തട്ടിപ്പുകളായിട്ട് വരും. നാസർക്ക് 2008 നാനോ ആക്സൽ തട്ടിപ്പ് മുതൽ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കാര്യമായിട്ടൊരു ലീഗലി ആക്ഷനൊന്നും വരാത്തത് കൊണ്ടാണ് ഈ തട്ടിപ്പ് തുടർന്നുകൊണ്ടേ പോകുന്നത്. ഞാനൊക്കെ ഈ നാസറായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ നാസർ വലിയ വായിലൊക്കെ എന്നെ ചീത്ത പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പോൾ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ നാസറൊക്കെ നമ്പർ 1 വ്യാജനാണ്, തട്ടിപ്പുകാരനാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാറി നടക്കേണ്ട അത്ര വികൃതമായ വ്യക്തിത്വമുള്ള മനുഷ്യനാണ്. തട്ടിപ്പാണിതാണെന്ന് അറിഞ്ഞിട്ടും പാവപ്പെട്ട ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകാരുടെ ആലയിലേക്ക് കൊണ്ടു ചെന്ന് കെട്ടി അതിൻ്റെ പങ്കുപറ്റിയിട്ട് ജീവിക്കുന്ന ആളാണ് ഈ ഒരു നാസറെല്ലാം തന്നെ. അപ്പോൾ ഈ ഒരു നാസറിൻ്റെ നിങ്ങൾ പരാതി അപ്പെക്സ് ടോക്കണിൽ പൈസ പോയൊരു പരാതി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നാസറിൻ്റെ പേര് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം. അതുകൂടാതെ വെഡ്സ് ആക്ട് ചുമത്താൻ പാകത്തിലുള്ള പരാതി വേണം നിർബന്ധമായിട്ട് കൊടുക്കണം. പരാതിപ്പെടാൻ ധൈര്യപ്പെടുക. ഈ അഭിജിത്ത് മാണിയുടെ ഫോൺ നമ്പറും കൂടെ ഉൾപ്പെടെ കൊടുക്കണം. പേര് ഒറിജിനലാണോ വ്യാജമാണോ എന്ന് ഉറപ്പില്ല. എന്തായാലും ഈ തട്ടിപ്പിൽ പെട്ടുപോയവരെ മുൻപ് നമ്മൾ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി ടോക്കൺ ഒന്നും തന്നെ അതൊരു റെഗുലേറ്റിംഗ് ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നതിൽ തടസ്സമില്ല. പക്ഷേ ഒരു വ്യക്തിക്ക്, ഒരു സ്ഥാപനത്തിനോ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് വെച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കാൻ ഇന്ത്യയിൽ നിലവിൽ നിയമങ്ങൾ അനുവദിക്കുന്നില്ല. ട്രേഡിംഗ് നടത്തിയിട്ട് നിങ്ങൾക്ക് ലാഭം തിരിച്ചു തരാമെന്ന് പറയാൻ നിലവിൽ ഇന്ത്യയിൽ അധികാരമുള്ളത് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾക്ക് മാത്രമാണ്, സെബി റെഗുലേറ്റഡ് ആയിട്ട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഈ ഒരു തട്ടിപ്പിൽ പെട്ടുപോയവരോടും അല്ലെങ്കിൽ ഈ ഒരു പേര് തെരഞ്ഞു വരുന്ന ആളുകളും കേൾക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടെ പറയാം. തട്ടിപ്പിൽ പെട്ടുപോയവരോടാണ് ഈ ഒരു തട്ടിപ്പിൽ പെട്ടു. ഇനി ഇത് നിങ്ങൾ നിയമപരമായിട്ട് മുൻപോട്ട് നീങ്ങുക. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അഭിജിത്ത് മാണിമാരും നാസർമാരും ഒക്കെ നാനോ ആക്സൽ തട്ടിപ്പും അപ്പെക്സ് ടോക്കൺ തട്ടിപ്പുമായിട്ട് വരുമ്പോൾ മടലെടുത്തിട്ട് ആട്ടി ഓടിക്കാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കാം. ശരി പ്രിയപ്പെട്ടവരെ, വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.